പല ഭീഷണികളും ഞങ്ങൾക്കുണ്ടായിരുന്നു. അതായത് ഭീഷണി വെച്ചാൽ അദ്ദേഹം കൃത്യമായി പൈസ തരില്ല, അല്ലെങ്കിൽ അദ്ദേഹമായിട്ട് ഡീൽ ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല, അങ്ങനത്തെയൊക്കെയാണ് ആ രീതിയിലാണ് ഞങ്ങളെ പേടിപ്പിച്ചിരുന്നത്. പക്ഷേ പിന്നീട് അങ്ങോട്ട് ഞങ്ങൾ പോയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഒരു കാര്യം ഉറപ്പായിരുന്നു, ഇദ്ദേഹത്തിൻ്റെ ഒരു സ്ഥാപനത്തിന് വേണ്ടി ഒരു ഫൈനാൻസ് അറേഞ്ച്മെൻ്റായിട്ട് ആദ്യം ബാങ്കിൽ ചെല്ലുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ആ ഡ്രസ്സിങ് രീതി ബാങ്കുകാർ നോക്കി കാണുമ്പോൾ അത് അത്ര ശരിയാണോ എന്ന് ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റേതായ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഞങ്ങൾക്ക് തുടക്കകാലത്തുണ്ടായിരുന്നു. പക്ഷേ ഒരിക്കൽ ബാങ്ക് അദ്ദേഹത്തെ പരിചയപ്പെട്ടു, അദ്ദേഹത്തിന് ആ ബാങ്കിലേക്ക് അദ്ദേഹത്തിനെ ഓൺബോർഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബാങ്കിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ക്ലയൻ്റായിട്ട് അദ്ദേഹത്തിൻ്റെ ഫയൽ മാറും. കാരണം കംപ്ലയിൻസ് ലെവൽ, അതായത് ഒരു കസ്റ്റമർ പാലിക്കേണ്ട എല്ലാ നിബന്ധനകളും പാലിച്ച് പോകുന്ന ഒരു സ്ഥാപനമായിട്ടാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്തിരിക്കുന്നത്. ജാഗ്രത കുറവുണ്ടായിട്ടുണ്ടാകും. അദ്ദേഹത്തിന് വേണമെങ്കിൽ ഞാൻ ആശിച്ചു പോവുകയാണ്, ഒന്ന് പിടിച്ച് വാൺ ചെയ്തിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ തെറ്റ് ചെയ്ത ആൾക്കാർക്ക് ജാമ്യം കിട്ടുന്നു. അപ്പോൾ ഞാൻ പലപ്പോഴും ചിന്തിച്ചത്, ജാമ്യം പെട്ടെന്ന് കിട്ടണമെങ്കിൽ കൂടുതൽ തെറ്റ് ചെയ്യണമായിരുന്നോ എന്ന് ഞാൻ ചിലപ്പോൾ ചിന്തിച്ച് പോയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ജയിലിൽ പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായത് തീർച്ചയായിട്ടും മറ്റുള്ളവരെ പോലെ എനിക്കും വിഷമമുണ്ടായിരുന്ന കാര്യമാണ്. ഇദ്ദേഹം ഒരു പ്രത്യേക തരത്തിലുള്ള ഡ്രസ്സ് ഇട്ട് നടക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന് എന്താ വട്ടുണ്ടോ എന്ന് പല ആൾക്കാരും നമ്മൾ ചോദിക്കാറുണ്ട്. പക്ഷേ ഞാനല്ല, ഇദ്ദേഹമായിട്ട് ഡീൽ ചെയ്യുന്ന, ഒരു ബിസിനസ് ഡീൽ ചെയ്യുന്ന ഓരോ വ്യക്തിയും പിന്നെ അദ്ദേഹത്തിൻ്റെ ആരാധകരായി മാറും. കാരണം അദ്ദേഹം സംസാരിക്കുന്നത് ബിസിനസ് വളരെ സ്പഷ്ടമായിട്ട്, വളരെ വ്യക്തമായിട്ടാണ് ബിസിനസ് സംസാരിക്കുക. സാറിപ്പോൾ RFSLൻ്റെ ഈ ഒരു ജേണിയിൽ സാർ എപ്പോഴും പറയുന്നൊരു പേരാണ് ബോബി ചെമ്മണൂരിൻ്റേത്. സാറിനെ ഇൻസ്പയർ ചെയ്ത് ഒത്തിരി സംരംഭകരുണ്ട്. അപ്പോൾ അതിൽ തന്നെ സാർ എപ്പോഴും ബോബി ചെമ്മണൂർ തന്നെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ടെന്ന് പറയാറുണ്ട്. ഇപ്പോൾ കറൻറ്റ്ലി ഇപ്പോൾ കുറേ ഇഷ്യൂസ് നടക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് സാറിൻ്റെ ഒരു അഭിപ്രായം എങ്ങനെയാണ്? അദ്ദേഹം എന്നെ സംബന്ധിച്ചോളൂ, ഞാൻ അദ്ദേഹമായിട്ട് ആദ്യം പരിചയപ്പെടുന്ന 2011-12 കാലഘട്ടത്തിൽ കോഴിക്കോടുള്ള ഒരു അഡ്വക്കേറ്റ്, ബിൻഡോ എന്നുള്ള അഡ്വക്കേറ്റ് വഴിയാണ് അദ്ദേഹത്തെ പരിചയപ്പെടുന്നത്. ഇദ്ദേഹത്തെ പരിചയപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഫൈനാൻസ് ആവശ്യം, അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിന് ഫൈനാൻസ് ആവശ്യം ഉണ്ടെന്ന് പറഞ്ഞ്, അപ്പോൾ ഞങ്ങളത് ഏറ്റെടുക്കുമ്പം തന്നെ ഞങ്ങൾക്കുള്ള ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല ഭീഷണികളും ഞങ്ങൾക്കുണ്ടായിരുന്നു. അതായത് ഭീഷണി വെച്ചാൽ അദ്ദേഹം കൃത്യമായി പൈസ തരില്ല, അല്ലെങ്കിൽ അദ്ദേഹമായിട്ട് ഡീൽ ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല, അങ്ങനത്തെയൊക്കെയാണ് ആ രീതിയിലാണ് ഞങ്ങളെ പേടിപ്പിച്ചിരുന്നത്. പക്ഷേ പിന്നീട് അങ്ങോട്ട് ഞങ്ങൾ പോയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഒരു കാര്യം ഉറപ്പായിരുന്നു, ഇദ്ദേഹത്തിൻ്റെ ഒരു സ്ഥാപനത്തിന് വേണ്ടി ഒരു ഫൈനാൻസ് അറേഞ്ച്മെൻ്റായിട്ട് ആദ്യം ബാങ്കിൽ ചെല്ലുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ആ ഡ്രസ്സിങ് രീതി ബാങ്കുകാർ നോക്കി കാണുമ്പോൾ അത് അത്ര ശരിയാണോ എന്ന് ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റേതായ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഞങ്ങൾക്ക് തുടക്കകാലത്തുണ്ടായിരുന്നു. പക്ഷേ ഒരിക്കൽ ബാങ്ക് അദ്ദേഹത്തെ പരിചയപ്പെട്ടു, അദ്ദേഹത്തിന് ആ ബാങ്കിലേക്ക് അദ്ദേഹത്തിനെ ഓൺബോർഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബാങ്കിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ക്ലയൻ്റായിട്ട് അദ്ദേഹത്തിൻ്റെ ഫയൽ മാറും. കാരണം കംപ്ലയിൻസ് ലെവൽ, അതായത് ഒരു കസ്റ്റമർ പാലിക്കേണ്ട എല്ലാ നിബന്ധനകളും പാലിച്ച് പോകുന്ന ഒരു സ്ഥാപനമായിട്ടാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ക്ലയൻ്റ് എന്ന നിലയിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഫീസ്, മറ്റുള്ള കാര്യങ്ങളെല്ലാം തന്നെ വളരെ വ്യക്തമായിട്ട്, വളരെ ആ പ്രൊസീജിയറിലൂടെ തന്നെ ഞങ്ങൾക്ക് കൃത്യമായിട്ട് തരുന്ന ഒരു ക്ലയൻ്റാണ് ഈ ബോബി ചെമ്മണൂർ എന്ന് പറഞ്ഞാൽ ആ ഗ്രൂപ്പിൻ്റെ. പുള്ളിയല്ല ഡീൽ ചെയ്യുന്നത്, അദ്ദേഹത്തിന് അധികാരപ്പെടുത്തിയിരിക്കുന്ന പ്രൊഫഷണൽസും അതുപോലെ അദ്ദേഹത്തിൻ്റെ ഓരോ സ്ഥാപനത്തിനും മേധാവികളുമാണ് ഇത് ഡീൽ ചെയ്യുന്നത്. പക്ഷെ ഞങ്ങൾക്ക് നല്ല ഒരു അനുഭവമാണ് അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ളത്. സാർ ഇപ്പോൾ എത്ര വർഷമായിട്ട് ഇപ്പോൾ അദ്ദേഹത്തിന്? ഞാൻ 2012 മുതലാണ് അദ്ദേഹമായിട്ട് നമ്മളൊരു ബിസിനസ് ചെയ്തു തുടങ്ങിയത്. അപ്പോൾ അദ്ദേഹത്തിനെ പറ്റി പല സംരംഭങ്ങൾക്ക് നമുക്ക് അസോസിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഞങ്ങൾ റീസെൻറ്റ് പോലും ഞങ്ങളൊരു അദ്ദേഹത്തിൻ്റെ NBOCക്ക് വേണ്ടി ഞങ്ങളൊരു ഫണ്ട് അറേഞ്ച്മെൻറ്റ് ചെയ്തു. അപ്പോൾ അതിൻ്റെ രസകരമായ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഈ ഇഷ്യൂ ഒക്കെ ഉണ്ടായത് കഴിഞ്ഞ ആഴ്ച ബുധനാഴ്ച വ്യാഴാഴ്ച സമയങ്ങളിലായിരുന്നു. അപ്പോൾ വെള്ളിയാഴ്ച ഞങ്ങളെ വിളിച്ചിട്ട്, അവിടുത്തെ ഓഫീസിൽ നിന്ന് വിളിച്ചിട്ട്, എന്താണ് നിങ്ങളുടെ ബില്ല് റേസ് ചെയ്യാത്തത്, നിങ്ങളത് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പേയ്മെൻറ്റ് റിലീസ് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയും ഒരു പ്രൊഫഷണൽ രീതിയിലാണ് അവർ പോകുന്നത്. ഞാൻ ഇടപെട്ട ആൾക്കാർ അവർ പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ അവരുടെ സ്റ്റാഫുകൾ എല്ലാവരും തന്നെ പുള്ളിയുടെ അത്രയും ഡെഡിക്കേറ്റഡാണ്. അതുപോലെ തന്നെ അദ്ദേഹം തിരിച്ചും സ്റ്റാഫുകളെ അതുപോലെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. എല്ലാം ഡെലിഗേറ്റ് ചെയ്ത് കൊടുത്ത് പോകുന്നൊരു സ്ഥാപനമാണ്. അപ്പോൾ ഇതൊരു മറ്റ് വിവാദങ്ങളിലേക്ക് ഞാൻ കിടക്കുന്നില്ല. പക്ഷേ ഞാൻ അനുഭവിച്ച ഒരു ബോബി ചെമ്മണൂർ എന്ന് പറയുന്നത്, ഞാൻ അദ്ദേഹത്തെ ഈ 2012 തുടങ്ങി 2025 വരെ കാലഘട്ടത്തിൽ ഞാൻ ഏകദേശം ഒരു 10-12 പ്രാവശ്യം നേരിട്ട് സംസാരിച്ചിട്ടുണ്ടാവുള്ളൂ. അത് വളരെ കുറച്ച് സമയം, എല്ലാം തന്നെ ത്രൂ സ്റ്റാഫാണ് അദ്ദേഹം ചെയ്യുന്നത്. സാർ ഇപ്പോൾ ഇതിനെ ഉടനെ ജാമ്യം കിട്ടേണ്ട ഒരു കേസ്, അല്ലെങ്കിൽ പെട്ടെന്ന് ഇറങ്ങിപ്പോരേണ്ട ഒരു കേസായിട്ട് ഇതിനെ കാണുന്നുണ്ടോ? തീർച്ചയായിട്ടും അതാണ് ഞാൻ അത്ഭുതപ്പെട്ടു പോയത്. കാരണം നമുക്കൊരു വിഷമമുണ്ടായി. കാരണം അദ്ദേഹം ഒരു ജയിലിൽ പോയി കിടക്കേണ്ട ഒരു സാഹചര്യം
തീർച്ചയായിട്ടും ജാഗ്രതാക്കുറവ് ഉണ്ടായിട്ടുണ്ടാവും. നമുക്കതിനെ പറ്റിയിട്ടൊന്നും നമുക്കൊന്നും വിഷമമുണ്ടായ ആളുടെ ഒരു ഗ്രാവിറ്റി ഒന്നും എനിക്ക് അളക്കാൻ കഴിയില്ല. അവരുടെ കുടുംബത്തിനും അതുപോലെ തന്നെ മറ്റുള്ള ആൾക്കാർക്ക് ഉണ്ടായ വിഷമങ്ങൾ നമുക്കറിയില്ല. പക്ഷേ ജാഗ്രത കുറവ് ഉണ്ടായിട്ടുണ്ടാവും. അദ്ദേഹത്തിന് വേണമെങ്കിൽ പലപ്പോഴും ഞാൻ ആശിച്ചു പോവുകയാണ്, ഒന്ന് പിടിച്ച് വാൺ ചെയ്തിട്ടിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ തെറ്റ് ചെയ്ത ആൾക്കാർക്ക് ജാമ്യം കിട്ടുന്നു. അപ്പോൾ ഞാൻ പലപ്പോഴും ചിന്തിച്ചത്, ജാമ്യം പെട്ടെന്ന് കിട്ടണമെങ്കിൽ കൂടുതൽ തെറ്റ് ചെയ്യണമായിരുന്നോ എന്ന് ഞാൻ ചിലപ്പോൾ ചിന്തിച്ച് പോയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ജയിലിൽ പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായത് തീർച്ചയായിട്ടും മറ്റുള്ളവരെ പോലെ എനിക്കും വിഷമമുണ്ടായിരുന്ന കാര്യമാണ്. ഇതിപ്പോൾ സാറ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് ഒരു വ്യക്തിയെയോ അല്ലെങ്കിൽ സ്ഥാപനത്തെയോ വെള്ളപൂശാനല്ലെന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ ഇത്തരത്തിലുള്ള വിവാദങ്ങൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ, അത് പോസിറ്റീവോ നെഗറ്റീവോ ആയിക്കോട്ടെ, അതൊരു സ്ഥാപനത്തെ, അതിൻ്റെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളെ അതെങ്ങനെയാണ് ബാധിക്കുന്നത്? സുജീഷ, ഈ പറഞ്ഞ ചോദ്യം ഉണ്ടല്ലോ, ഇപ്പോൾ ഇതിനകത്ത് ഓരോ ബിസിനസ്സും നിൽക്കുന്നത് തന്നെ ഒരു ട്രസ്റ്റിൻ്റെ പുറത്താണ്. ഇങ്ങനൊരു വിവാദം ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ എല്ലാവരും തന്നെ ഒരു ബിസിനസ്സിൽ എന്താണ് പല ഘടകങ്ങളുണ്ട്. ഒന്ന് ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്, അവരെ കസ്റ്റമേഴ്സുണ്ട്, അവരെ ഫിനാൻസ് ചെയ്ത ബാങ്കുകളുണ്ട്, അത് മറ്റു വ്യക്തികളുണ്ട്, അവരെ എംപ്ലോയീസ് ഉണ്ട്. ഈ ട്രസ്റ്റ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ കൊടുക്കാനുള്ളവൻ കൊടുക്കാതെയാവും, ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യം ഇൻവെസ്റ്റ് ചെയ്യാതെയാവും. അങ്ങനെ ഓട്ടോമാറ്റിക്കലി ഈ സ്ഥാപനം തകർന്നു പോകും. ഇപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇനി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആയാൽ പോലും അത് തകർന്നു പോകും. കാരണം ഡെപ്പോസിറ്റ് നടത്തിയവൻ പെട്ടെന്ന് പോയി അതിൻ്റെ ഡെപ്പോസിറ്റ് പിൻവലിക്കാൻ ആവശ്യപ്പെടുക, ലോൺ എടുത്തവൻ അടയ്ക്കാതിരിക്കുക, ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഏത് സ്ഥാപനവും തകർന്നു പോകും. ഈ തകർച്ചയിലേക്ക് ഒരു സ്ഥാപനത്തെ തള്ളിയിടുമ്പോൾ തന്നെ നമുക്ക് എന്തുണ്ടാകുമ്പോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ബിസിനസ് കൾച്ചർ തന്നെ ഇല്ലാതായി പോകും. ആൾക്കാർക്ക് പേടിയാണ് ബിസിനസ് ചെയ്യാനായിട്ട്. ഈ ഒരു കാര്യമാണ് എനിക്ക് ഇതിനകത്ത് ഊന്നി പറയാനുള്ളത്. നമ്മളൊരു വ്യവസായം തകർക്കാൻ എളുപ്പമാണ്, പക്ഷേ ഒരു വ്യവസായം തുടങ്ങാൻ അത്ര ഈസിയല്ല. ഇദ്ദേഹത്തിൻ്റെ ഈ സ്ഥാപനം, ഇദ്ദേഹത്തിൻ്റെ ഇനിഷ്യേറ്റീവ് വഴി ഇദ്ദേഹത്തിൻ്റെ ഒരുപാട് സ്റ്റാഫുകൾ, ഒരുപാട് ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ ബാങ്കുകൾ ഇതിനകത്ത് ഫണ്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഈ ചെമ്മണ്ണൂർ ഗ്രൂപ്പായിട്ട് ബന്ധപ്പെട്ട് പോകുന്ന സമയത്ത് ഇവരുടെ കൊടുക്കൽ വാങ്ങലുകൾ അല്ലെങ്കിൽ ഈ ഇടപാടുകൾ എന്ന് പറയില്ലേ, അതൊക്കെ വളരെ സുതാര്യമായിട്ട് നടന്നു പോകുന്നുണ്ട്. ഇദ്ദേഹം ഒരു പ്രത്യേക തരത്തിലുള്ള ഡ്രസ്സ് ഇട്ട് നടക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന് എന്താ വട്ടുണ്ടോ എന്ന് പല ആൾക്കാരും നമ്മൾ ചോദിക്കാറുണ്ട്. പക്ഷേ ഞാനല്ല, ഇദ്ദേഹമായിട്ട് ഡീൽ ചെയ്യുന്ന, ഒരു ബിസിനസ് ഡീൽ ചെയ്യുന്ന ഓരോ വ്യക്തിയും പിന്നെ അദ്ദേഹത്തിൻ്റെ ആരാധകരായി മാറും. കാരണം അദ്ദേഹം സംസാരിക്കുന്നത് ബിസിനസ് വളരെ സ്പഷ്ടമായിട്ട്, വളരെ വ്യക്തമായിട്ടാണ് ബിസിനസ് സംസാരിക്കുക. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇന്നിപ്പോൾ സുജീഷിനോട് ഷെയർ ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ, ഞാനും എൻ്റെ കുടുംബവും അല്ലെങ്കിൽ എൻ്റെ സ്റ്റാഫും അവരുടെ കുടുംബവും ഞാൻ അദ്ദേഹത്തിനോട് ഒരു പരിധിവരെ കുറച്ച് കടപ്പെട്ടിരിക്കുന്നുണ്ട്. കാരണം വെച്ചാൽ ഞങ്ങൾ ഒരു നല്ല രീതിയിൽ ഫീസ് വാങ്ങിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ നിന്ന്. അപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് ഞാൻ അനുഭവിച്ച, ഞങ്ങൾ കണ്ടെത്തിയ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് എനിക്ക് തോന്നി. അതിൻ്റെ കേസിൻ്റെ മെറിറ്റോ മറ്റു കാര്യങ്ങളൊന്നും നമ്മൾ നോക്കുന്നില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞൊരു കാര്യമാണ് സുജീഷിനോട്, വിഷമമുണ്ടായിട്ടുണ്ടാവാം. പക്ഷേ വേണമെങ്കിൽ ഞാൻ പലപ്പോഴും ചിന്തിച്ചു പോവുകയാണ്. കാരണം അതൊരു മാപ്പ് കൊടുക്കാമായിരുന്നില്ലേ, ഈ ജയിലിൽ പിടിച്ചിടണോ എന്നുള്ള ചിന്ത എനിക്കുണ്ട്. എന്നെപ്പോലെ ചിന്തിക്കുന്ന ഒരുപാട് ആൾക്കാർക്കുണ്ട്. നമ്മളിപ്പോൾ ഇതുവരെ ലോൺ കോച്ചിൽ ഒത്തിരി വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്, ഒത്തിരി ക്ലയൻറ്റുകളുടെ കഥകൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതുവരെ നമ്മൾ ഒരിക്കലും ഒരു ക്ലയൻറ്റിൻ്റെ പേരോ അല്ലെങ്കിൽ ആ സ്ഥാപനത്തിൻ്റെ പേരോ ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല. അതൊരു പക്ഷേ RFSIൻ്റെ ഒരു സേഫ്റ്റിയുടെ അല്ലെങ്കിൽ അവരായിട്ടുള്ള ഒരു എഗ്രിമെൻറ്റിൻ്റെ ഭാഗമായിരിക്കാം. പക്ഷേ ഇതാദ്യമായിട്ടാണ് ഒരു ക്ലയൻറ്റിൻ്റെ പേര് നമ്മളിവിടെ പറയുന്നത്. ഒരുപക്ഷെ ബോബി ചെമ്മണ്ണൂർ ഒരു നല്ല സാറ് പറയുന്ന പോലെ ഒരു മികച്ച ബിസിനസ്സുകാരനായിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ള ക്ലയൻറ്റുകളോട് മികച്ച സുതാര്യത പുലർത്തുന്ന ഒരു വ്യക്തിയായിരിക്കും. പക്ഷേ ഈ ഒരു ചെയ്ത പ്രവൃത്തി അത് ന്യായീകരിക്കാവുന്നതാണോ? ഒരിക്കലും ഞാൻ അതിനെപ്പറ്റിയൊന്നും ഇത് ചെയ്യുന്നില്ല. കാരണം അദ്ദേഹം ചെയ്ത പ്രവൃത്തി തെറ്റാണോ ശരിയാണോ എന്നൊന്നും അതിനെപ്പറ്റിയിട്ടൊന്നും ഞാൻ പറയുന്നില്ല. ഇത് തെറ്റാണെന്ന് വാദിക്കുന്ന കുറേ പേരുണ്ട് അല്ലേ, തെറ്റാണെന്ന്. അപ്പോൾ തെറ്റാണെന്ന് വാദിക്കുമ്പോൾ തന്നെ ഇതിനേക്കാൾ കൂടുതൽ തെറ്റ് ചെയ്തിട്ട് അതേ ദിവസം തന്നെ ജാമ്യം കിട്ടി പുറത്തിറങ്ങുന്ന ആൾക്കാരില്ലേ. അപ്പോൾ ഇതാണ് എൻ്റെ ചോദ്യം. അതായത് ജാമ്യം കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ തെറ്റ് ചെയ്യണമായിരുന്നു എന്നുള്ളൊരു ചോദ്യം നമുക്കപ്പോൾ പ്രസക്തമായി കൂടെ നിൽക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അത് നിയമത്തിൻ്റെ കണ്ണിൽ തെറ്റാണെങ്കിൽ തെറ്റ് തന്നെയാണ്. ഈ കുടുംബം, മറ്റേ എതിർവശത്തുള്ള കുടുംബം, അവർ അനുഭവിക്കുന്ന വേദന എനിക്കറിയില്ല, അത് അനുഭവിച്ചാലേ പറയാൻ പറ്റുള്ളൂ. ഞാൻ ഈ സംഭവത്തെ ന്യായീകരിക്കുക ഒന്നുമല്ല ചെയ്യുന്നത്. നമ്മൾ ബോബി ചെമ്മണ്ണൂർ ചെയ്തൊരു കാര്യം വളരെ മാത്രമായ കാര്യമാണെന്നുമല്ല ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നത് അദ്ദേഹത്തിന് ഒരു പക്ഷേ വിളിച്ചൊന്ന് വാൺ ചെയ്ത് വിട്ടാൽ മതിയായിരുന്നില്ലേ എന്ന്. നമുക്കങ്ങനെയല്ലേ. ഇപ്പോൾ അദ്ദേഹം ചെയ്തത് എനിക്ക് പറ്റില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പോയിട്ട് ഇവിടെ പബ്ലിക്കലി നടന്ന് ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി കോടികൾ
ഒന്ന് സംഭാവന സ്വീകരിക്കാൻ വേണ്ടി ഇനിഷ്യേറ്റീവ് എടുത്ത ഒരാളാണ്. എനിക്ക് വഴി കിടക്കുന്ന ആളെ പോലും നമുക്ക് എൻപിച്ച് നിർത്താനായിട്ടുള്ള മനോഭാവം പോലും ചിലപ്പോൾ ഒരു പക്ഷേ നമുക്ക് കണ്ടില്ല നടിച്ചും പോകും. ഈ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം എന്താ ചെയ്തത്, അദ്ദേഹം മുന്നോട്ടിറങ്ങി. എനിക്ക് പറ്റാത്തൊരു കാര്യമാണ് അത്. സുജീഷിന് പറ്റുമെന്ന് എനിക്കറിയില്ല, മറ്റുള്ള ആൾക്കാരെ പറ്റുമെന്ന് എനിക്കറിയില്ല. ഇങ്ങനൊരു സാഹചര്യത്തിൽ ഇപ്പോൾ നമുക്ക് ആർക്ക് വേണമെങ്കിലും നമ്മുടെ ഒരു മാവ് നല്ല മാങ്ങ ഉണ്ടാക്കുന്ന മാവുമ്മ വേണമെങ്കിൽ അതിൻ്റെ ഉടമസ്ഥന് കല്ലെറിയാം, അല്ലെങ്കിൽ വഴികൂടെ പോണ ആൾക്കാർക്ക് കല്ലെറിയാം, ആർക്ക് വേണമെങ്കിൽ കല്ലെറിയാം. ഈ കല്ല് ഒന്നിലും മാവുമ്മ കൊള്ളും, അല്ലെങ്കിൽ മാങ്ങയമ്മ കൊള്ളും, അല്ലെങ്കിൽ അത് അപ്പുറത്തുള്ള വീട്ടിലോ ആരെങ്കിലും തലയിൽ കൊള്ളും. ഇത് പ്രോപ്പറായ രീതിയിൽ മാങ്ങ പറിച്ച് മര്യാദയ്ക്ക് നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മൾ അത് നല്ല രീതിയിൽ നല്ല ഫ്രൂട്ടായിട്ട് നമുക്ക് ഉപയോഗിക്കാം, പല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇദ്ദേഹം ഒരു വ്യവസായിയാണ്, ഒരുപാട് ആൾക്കാർക്ക് തൊഴിൽ കൊടുക്കുന്ന ആളാണ്, ഒരുപാട് ടാക്സ് ഗവൺമെൻറ് നേടിക്കൊടുക്കുന്ന ആളാണ്. നമുക്ക് ആ പരിഗണന ഇത് മറ്റുള്ളത് ചെയ്ത് തെറ്റാണെന്ന് വാദിക്കുമ്പോൾ തന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു വാണിങ്ങിൽ നിർത്താൻ പറ്റുന്നില്ലേ എന്നുള്ളൊരു സാധാരണ ഒരു ജനത്തിൻ്റെ, അതായത് സാധാരണക്കാരൻ്റെ ഒരു കാഴ്ചപ്പാടുണ്ടല്ലോ, ആ ഒരു കാഴ്ചപ്പാടാണ് എനിക്കുള്ളത്. അപ്പോൾ അതൊന്ന് ഷെയർ ചെയ്യുക എന്നുള്ളത് ഉദ്ദേശം കൂടി നമ്മുടെ ഈ വീഡിയോയിലുണ്ട്.